കാര്യം ഞാൻ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് റോട്ടിൽ വണ്ടി ഓടിക്കുന്ന മഹത് വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഇമ്മാതിരി മനസ്സാക്ഷി ഇല്ലാത്ത പരിപാടി കാണിക്കാറില്ല. കാരണം നിങ്ങളൊന്ന് നോക്കുക, ആ ലോറിക്കാരൻ ഫുൾ ലോഡും വെച്ച് ആ വയനാട് ചുരം കയറുകയാണ്. ആ വണ്ടി ഒന്ന് തിരിഞ്ഞ് ഒടിച്ച് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം പോലും ഇവർ കൊടുക്കാതെ അദ്ദേഹത്തെ എത്ര കഷ്ടപ്പെടുത്തുന്നു ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സും നമ്മൾ സംസാരിക്കുന്ന ഫോണും ഇനി എല്ലാം ഇതുപോലുള്ള ഡ്രൈവർമാരുടെ കയ്യൊപ്പ് പതിഞ്ഞ സാധനങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശം ആറ്റിറ്റ്യൂഡാണ്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇതുപോലെ കുത്തിത്തിരികി വണ്ടിയും കൊണ്ട് പോകുന്നവന്മാരെ കണ്ടിട്ടുണ്ട്. ആംബുലൻസിൻ്റെ പുറകെ പോകുന്നവന്മാരെ കണ്ടിട്ടുണ്ട്. എത്ര മനസാക്ഷി ഇല്ലാത്തവന്മാരാണെന്ന് ആലോചിച്ച് നോക്കി. ആ വാഹനത്തിനകത്തൊരു ജീവൻ മല്ലടിക്കുന്ന ഒരാളുണ്ട്, എന്നിട്ട് അതിൻ്റെ പുറകെ വേഗം എത്താൻ വേണ്ടി പോകും. എന്ത് വിരോധാഭാസം എന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണിത്. നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇത് ഈ വണ്ടി ഇങ്ങനെ കറങ്ങി വരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എനിക്ക് ആ പോകുന്ന സമയത്ത് ആ ഡ്രൈവർ ഒരു ഹോൺ അടിച്ച് ഒരു റെസ്പെക്റ്റ് തന്നിട്ടാണ് പോയത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കഷ്ടപ്പാടും കൂടെ മനസ്സിലാക്കണം. ആ വണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവിടുന്ന് ചവിട്ടി പറിച്ച് തിരിച്ചു പോയി എടുക്കുക. അത് താഴെ പോകാനുള്ള റിസ്ക് ഉണ്ട്, ബ്രേക്കിംഗ് പ്രശ്നമുണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ഹെവിയിൽ. അപ്പോൾ അതുപോലെയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലൊരു ഡ്രൈവിംഗ് സ്റ്റൈൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഇതുപോലൊരു ചുരം, ഇതുപോലൊരു റിസ്ക് ഏരിയ, ഇതുപോലൊരു മഴ സമയത്ത് ഒരിക്കലും ഇതുപോലത്തെ വൃത്തികേട് കാണിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ.